എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്റ്റഡി വ്ളോഗ് കണ്ടാലോ. ഇന്ന് രാത്രി ഒരു 8 മണി വരെ ഉള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് 8 മണി വരയ്ക്കും നമ്മൾ എന്തൊക്കെ പഠിച്ചെന്നുള്ളത് നോക്കാം കേട്ടോ. എൻ്റെ ഒരു റുട്ടീനാണിത്. എല്ലാ ദിവസവും ഇങ്ങനെയാണെന്ന് പറയുന്നില്ല, എന്നാലും ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ കേട്ടോ പോവാറ്. അപ്പം ഞാൻ ആദ്യം തന്നെ SCERT ആട്ടോ പഠിക്കാൻ പോണത്. ഞാൻ പഠിച്ചു പോയ ചാപ്റ്ററുകൾ ടിക്കിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഇത് കഴിയാനായിട്ടോ ഇപ്പോൾ സയൻസ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി വേഗം ഒന്ന് പഠിച്ച് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു, എന്നിട്ട് പഠിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പഠിത്തമൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. അതായത് കുട്ടികളുടെ ഇടയിൽ വന്നിട്ട് അവരുടേതായിട്ടുള്ള ഓരോ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളിരുന്ന് പഠിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. എന്നാലും അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് പഠിക്കാനാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എക്സാമുകളൊക്കെ അടുത്തു. ഡിഗ്രി പ്രിലിംസ് ആണ് ഇനി അടുത്ത് വരുന്നത്. അത് കഴിഞ്ഞാൽ കമ്പനി LGS. മെയിനായിട്ട് ഞാൻ കമ്പനി LGSനാണ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് കേട്ടോ. പിന്നെ 10th ലെവൽ എക്സാമുകൾക്കും ഡിഗ്രി പ്രിലിംസ് എഴുതാറുണ്ട്. പ്രിലിംസ് കിട്ടും, മെയിൻസ് കിട്ടാറില്ല. ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ പ്രിലിംസിനും വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. പിന്നെ എന്തായാലും SCERT അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ നോക്കാമെന്ന് വെച്ചിട്ടാണ്. കുറച്ച് ഭാഗ്യം എനിക്കിനി കംപ്ലീറ്റ് ആവാനുള്ളൂ. അപ്പോൾ വേഗം തന്നെ ഒരു 3-4 ദിവസത്തിൽ ഈ സയൻസ് ഒന്ന് കംപ്ലീറ്റ് ആക്കണം. പിന്നെ സോഷ്യൽ സയൻസിലും കുറച്ച് ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ അതിരുന്ന് പഠിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ ചെറിയ പണി തന്നു. മാങ്ങയൊക്കെ പറിച്ചിട്ട് വന്നിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് അവരുടെ ഈ കാര്യങ്ങൾ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിരുന്ന് പഠിക്കാനേ അയക്കില്ല. കുട്ടികളുള്ള PSC ആസ്പിറൻസിന് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊന്ന് ചെയ്തു കൊടുക്കാന്നിട്ട് അതൊക്കെ ചെയ്തു കൊടുത്തു. കൂട്ടത്തിൽ ഞാനൊരു പീസ് എടുത്തു കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിറയുണ്ട്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സ് എഴുതിയതാണ് കേട്ടോ. ജാനുവരി തൊട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇന്ന് ഫ്രണ്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കുറച്ച് പഠിച്ചു കഴിഞ്ഞു. ഫുള്ളായിട്ട് എത്തിയിട്ടില്ല കേട്ടോ. ജാനുവരിയിലൊന്നും എത്തിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഇരുന്ന് പഠിച്ചു. കറണ്ട് അഫെയർ പഠിക്കാൻ ഭയങ്കര മടിയാണ്, പക്ഷെ അത് പഠിക്കാതെ വയ്യ എന്നുള്ള ഒരു സ്ഥിതി ആയതുകൊണ്ട് പഠിച്ചു. പിന്നെ കുറച്ച് PYQവും നോക്കി. PYQ ഞാനെപ്പോഴും റിവിഷൻ ചെയ്യാനാട്ടോ ഈ ഒരു ബുക്ക് എടുക്കാറ്. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ അവസാനം റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് എടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഇതിൽ തന്നെ കുറേ ടോപ്പിക്കൊക്കെ പെൻഡിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ പദ്ധതികളാട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ ടൈം ടേബിൾ ഇട്ട് പഠിച്ച ബുക്കാണ് കേട്ടോ. ഇതിപ്പോൾ എടുത്തിട്ട് 1-2 മാസം ആവാനായി. അപ്പോൾ ഇതിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡേറ്റ് നോക്കിയാൽ കാണാം, 5/1/26 ലാസ്റ്റ് ഞാൻ ടൈം ടേബിൾ എഴുതി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ടൈം ടേബിളൊക്കെ ഇട്ട് സെറ്റാക്കി പഠിക്കണം. അതുകൂടിയാണ് കേട്ടോ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം കൂടി. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. നോമ്പൊക്കെ ആയപ്പോൾ ചെറുതായിട്ട് പഠിത്തം ഒന്ന് കുറഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗ്. നാളത്തെ വ്ളോഗായിട്ട് കാണാം ഇനി. ബൈ.